എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നിങ്ങളെ എത്ര തന്നെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് വിഷമമായാലും നിങ്ങളത് ദിവസങ്ങളോളം നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണെങ്കിലും അവർ ചെയ്തതുപോലെ ഒരു കാര്യം തിരിച്ചങ്ങോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇതിനൊരു പകരം വീട്ടണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് കഴിയില്ല. അവർ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായോ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവസാനം നിങ്ങളത് ക്ഷമിച്ചു കൊടുക്കുകയായിരിക്കും പതിവ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും. ആർക്ക് എന്ത് ആവശ്യം വന്നാലും നിങ്ങൾ സഹായിക്കാൻ തയ്യാറാവും. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യം ആരെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളവരെ സഹായിക്കും. അവർ തിരിച്ചിങ്ങോട്ട് അത് ചെയ്യണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല, പ്രതീക്ഷിക്കില്ല. പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് യു കീപ്പ് യുവർ വേർഡ്. നിങ്ങൾ ആരോടാണെങ്കിലും, അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിലും വളരെ ചെറിയ കുട്ടികളാണെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്യാവുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് വേണ്ടാന്ന് പറയാനായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ചെയ്യാതിരിക്കലായിരിക്കും. എങ്കിലും നിങ്ങളങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. എങ്ങനെയെങ്കിലും അത് അവരോട് പറഞ്ഞതല്ലേ, അവരത് പ്രതീക്ഷിക്കില്ലേ എന്ന് കരുതി എങ്ങനെയെങ്കിലും അത് പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഇൻറ്റഗ്രിറ്റി മാറ്റേഴ്സ് മോർ ദാൻ കൺവീനിയൻസ്. പറഞ്ഞ വാക്ക് പാലിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ കരുതും. നിങ്ങൾക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതിന് പകരം അത് ചെയ്തു കൊടുക്കാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പിന്നെയുള്ള കാര്യമാണ് യു ഫോർഗിവ് എ ലോട്ട്. ഒരുപാട് ക്ഷമിക്കും നിങ്ങൾ. കാരണം നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഓരോ ദിവസവും നമ്മൾ ഓരോ രീതിയിലുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ടായിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും കൂടുതലും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കും. അല്ലാതെ പക മനസ്സിൽ വെച്ച് നടക്കുകയോ പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുകയോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യില്ല. തക്കം കിട്ടുമ്പോൾ അവർക്കിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് കരുതുകയോ അല്ലെങ്കിൽ ഇവൻ എന്നോട് അന്ന് ഇങ്ങനെ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് ഉള്ളിലൊരു ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുകയോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യില്ല. നിങ്ങളൊരാളോട് ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ചിരിയായിരിക്കും. സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ടായിരിക്കും. അല്ലാതെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്ക് വേറൊന്ന് പെരുമാറുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് മറ്റുള്ളവരോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയും. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി എന്ന് കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയയോ വിഷമോ വരുന്നതിന് പകരം സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സംഭവിച്ചു എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യുക. അത് ഉള്ളിൽ നിന്നുള്ള റിയാക്ഷനുമായിരിക്കും, അല്ലാതെ അഭിനയിച്ച് കാണിക്കുകയായിരിക്കില്ല. അതുപോലെ തന്നെ നുണ പറയേണ്ടുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഒരു ചെറിയ നുണ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ള രീതിയൊക്കെ ഉണ്ടെങ്കിലും സത്യം പറയാനായിരിക്കും നിങ്ങൾ തയ്യാറാവുക. നുണ പറയുന്നതായിരിക്കും ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. പക്ഷേ എങ്കിലും എത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വന്നാലും സത്യം പറയാം എന്നുള്ള ഒരു തീരുമാനമായിരിക്കും നിങ്ങൾ എടുക്കുക. ചെറിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു ചതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരവസ്ഥ വന്നാലും അത് വിജയിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിലും ആ നഷ്ടം സഹിക്കാനായിരിക്കും നിങ്ങൾ തയ്യാറാവുക. അല്ലാതെ ഒരു ചെറിയ ചതിയിലൂടെ മറ്റൊരാളെ ഒറ്റിക്കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ നുണ പറയുന്നതിലൂടെ തെറ്റ് ചെയ്യുന്നതിലൂടെ ഒരു വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല. അതിനേക്കാൾ നല്ലത് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും തോൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള തീരുമാനമായിരിക്കും നിങ്ങൾ എടുക്കുക. പിന്നെയുള്ളതാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എടുത്തു കാട്ടി അവരുടെ പിഴവുകളെ ചൂണ്ടിക്കാട്ടി അവരെ താഴ്ത്തിക്കെട്ടി നിങ്ങൾ അവരെയൊക്കെ മുകളിലാണ് എന്നുള്ള അത് വരുത്തി തീർക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല. മറ്റൊരാളുടെ കുറ്റങ്ങളെയും കുറവുകളെയൊക്കെ അവഗണിച്ച് കളയാനും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തള്ളിക്കളയാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. വേറൊരാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടല്ല നമ്മൾ നല്ലയാളാവേണ്ടത്, നമ്മൾ മികച്ച ആളാവേണ്ടത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ നല്ല ആളാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നല്ല മനസ്സുള്ള ആളുകൾക്ക് വേണ്ടി ആരും കൈയടിക്കില്ല, ആരും നിങ്ങളെ പുകഴ്ത്തി പറയില്ല, ആരും നിങ്ങൾക്കൊരു അംഗീകാരവും തരില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ
പറ്റി നല്ലത് പറയാനൊന്നും ആരും മെനക്കെടില്ല. പക്ഷെ മനുഷ്യത്വത്തിന് വേറൊരാളുടെ അംഗീകാരം ഒരിക്കലും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കുന്നില്ലല്ലോ, ഇങ്ങനെ മോശപ്പെട്ട ആളുകൾക്കാണല്ലോ ഉയർച്ചയുണ്ടാകുന്നത് എന്നൊക്കെ കരുതി ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കുന്നതിന് നമുക്ക് പുറത്തുനിന്നൊരു വാലിഡേഷൻ്റെ ആവശ്യമില്ല, മറ്റൊരു അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല, വേറൊരു കയ്യടിയുടെ ആവശ്യമില്ല. നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നമ്മളെപ്പോഴും നല്ല ആളായിരിക്കും. നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും, നമുക്ക് സ്വസ്ഥതയുണ്ടായിരിക്കും. നമ്മുടെ മനസ്സാക്ഷിയുടെ മുന്നിൽ നമുക്കൊരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ.